ഇന്നൊരു ഗാർഡൻ വീഡിയോ ആയാലോ. ഞാനാണെങ്കിൽ പുറത്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആട്ടോ. വൺ ഓഫ് ദ റീസൺ എൻ്റെ കൂടെ കുറച്ച് ചെടികളുണ്ടായിരുന്നു. ആൻഡ് ദിസ് വൺ എൻ്റെ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന വൺ ഓഫ് ദ വെറൈറ്റി ഓഫ് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല റൂട്ടഡ് ആണ്, നല്ല രീതിയിൽ പിടിക്കും. പിന്നെ ഈ സ്പൈഡർ, ലിപ്സ്റ്റിക് ആൻഡ് ചെമ്പരത്തി. ഈ ചെമ്പരത്തി ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെ പൂത്തുകൊണ്ടേ ഇരിക്കും. ഞാൻ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഭയങ്കര സ്വയം പര്യാപ്തതയുള്ള ചെടികളതെല്ലാം. ഇവർക്കൊന്നും ഞാൻ മാനുവറായിട്ട് ഐ ലൈക്ക് ദാറ്റ് ഒരു പോട്ടി മിക്സറൊന്നും നേരെ രീതിയിൽ കൊടുത്തിട്ടില്ല. കൊക്കോപ്പിറ്റോ ചാണകപ്പൊടി ഒന്നും കൊടുത്തിട്ടില്ല. സ്വന്തമായി വളരുന്ന ചെടികളാട്ടോ. വെള്ളവും പ്രൂണിങ്ങും മാത്രമേ നടക്കുന്നുള്ളൂ ഇവിടെ. ആൻഡ് ഇതൊരു ബംഗ്ലാവ് ആട്ടോ. എൻ്റെ അമ്മ നട്ടോ ചെടിയാണ്. ഇതിനിവിടെ ബംഗ്ലാവ് എന്ന് വിളിക്കുക, പുറത്തെന്താ പേരെന്നറിയില്ല. പക്ഷെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ആൻഡ് കുറച്ച് കാലം ഞാൻ ഈ ഗാർഡൻ പരിസരം നോക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവരെല്ലാവരും കൂടെ അച്ഛനും അമ്മയും കൂടെ ഈ ഗാർഡനെ അടുക്കളത്തോട്ടം ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇരിയും വഴുതനയൊക്കെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് മെല്ലെ മെല്ലെ മാറ്റാം. ആൻഡ് ദിസ് അരേലിയ ടൈപ്പ് ഓഫ് ചീര ആൻഡ് അഗ്ലോണിമ, അങ്ങനെ കുറച്ച് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഇന്ന് കുറച്ച് എനിക്ക് അധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറേ ടൈപ്പ്, ഒരു 2-3 ടൈപ്പ് മുല്ലയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ നട്ടു ആക്ച്വലി, പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ആൻഡ് ദിസ് വൺ എൻ്റെ സ്പൈഡർ പ്ലാന്റിൻ്റെ അപർണയാണ് കേട്ടോ. നോക്ക്, ഒരു വെറൈറ്റി ഒരു വ്യത്യാസമില്ല. നോക്ക്, ഒരു വ്യത്യാസമില്ല, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. കണ്ടപ്പോൾ രസം തോന്നി. ഇതിങ്ങനെ കോല് പോലെയാണ് വരുന്നത്. നമ്മുടെ സ്പൈഡർ വന്നിട്ട് ബുഷ് പോലെയാണല്ലോ. അപ്പോൾ ഇതിന് അത്യാവശ്യം ചുമ്മാ നട്ടാൽ വരുന്നതാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ എന്നാലും നമുക്ക് വെക്കുമ്പോൾ ഒരു മര്യാദ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ താഴത്തെ ലീവ്സ് കട്ട് ചെയ്ത് ഇത് അടിപൊളിയാട്ടോ കാണാൻ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് എന്നോടൊന്ന് പറയണേ.